എന്റെ കല്യാണം കഴിഞ്ഞു. അതൊക്കെ സമയത്തിന് തന്നെ കഴിഞ്ഞു. ഓളെ വേറെത്തും കെട്ടി. കല്യാണ തലേന്ന് വരെ വെള്ളടിച്ച് റോട്ട് കിടക്കുന്ന ഒരുത്തിനും അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ കാരണം എന്റെ കല്യാണം മുടങ്ങി. നിന്നോട് ആരെങ്കിലും പറഞ്ഞ കാട്ടു നീ മോതാൻ അവിടെ ഇരിക്കി. കുഞ്ഞിരാമ സാരല്ല, പോട്ടറാ. എന്നാലും എന്റെ മുഹൂർത്തത്തിന് മുമ്പെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കായിരുന്നില്ല. ഇന്നലെ രാത്രി 10 മണി കൊണ്ട് വിളിക്കാൻ ആരെന്നെയാ? അച്ഛനെ 4 കിലോ 3 മുതൽ കുറ്റപ്പത്ത് നമുക്ക് അന്നോടല്ലേ പറഞ്ഞേ അവിടെ വരുന്നേ? അല്ല കുഞ്ഞിരാമ, ഈ എന്തിനാ നടന്നു വന്നത്? ഈ സ്കൂട്ടറിൽ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ സൽസദേശത്ത് എത്തുകയും ചെയ്യാറുണ്ട്. എന്റെ കല്യാണം നടക്കായിരുന്നു. എടാ, ഞാൻ സ്കൂട്ടറിൽ തന്നെയാ വന്നത്. ആ സൽസമുക്ക് കൂടെ വണ്ടി ഓടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഇവൻ എന്താ പറയുന്നു? സൽസ കുഞ്ഞിരാമ, സ്കൂട്ടറിലാണ് വന്നെങ്കിൽ പിന്നെ എങ്ങനെയാണോ നിന്റെ സ്കൂട്ടർ 10 കിലോമീറ്റർ അപ്പുറത്തുള്ള കാറ്റാടിക്കുന്നിലെ വാറ്റ് കേന്ദ്രത്തിന്റെ മുന്നിൽ ഇന്ന് രാവിലെ ഞങ്ങൾ കണ്ടത്? ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. രതീഷ്, നമ്മളൊരു വെല്ലുവിളിയുണ്ട്. വെല്ലുവിളി അതൊന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത്. കൂട്ടത്തിൽ വേറൊരു കാര്യം, എന്റെ മോൾ തങ്കമണിയുടെ കല്യാണം ഉറപ്പിച്ചു. ചെക്കനെ നീ അറിയും. നീ കെട്ടാനിരുന്ന സജിതയുടെ ആങ്ങള. എന്നെ കൊണ്ട് സജിതയെ കെട്ടിക്കില്ല എന്ന് അവര് തീരുമാനിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി അവർക്ക് ബുദ്ധിമുട്ടെന്ന്. ഉടനെ പോയി കല്യാണം ആലോചിച്ചു. അടുത്ത മാസത്തേക്ക് എന്നെ ഉറപ്പിക്കുകയും ചെയ്തു. ആ കല്യാണത്തിന് ആദ്യം എന്നെ തന്നെ ക്ഷണിക്കണമെന്ന് എനിക്ക് തോന്നി. ആ പരിസരത്തേക്ക് വന്നു പോരുത്. വണ്ടി വിട്ടോ, പോടെ പോ. രതീഷ, പോകുന്ന വഴിക്ക് ആ സൽസമുക്കിന്റെ അവിടെ ഒന്ന് വണ്ടി നിർത്തണം. എന്ത് കാര്യത്തിന്? പോകുന്ന പോക്കിൽ ആ ബീവറേജിൽ നിന്നൊരു സൽസക്കുപ്പി വാങ്ങണം. കെട്ടി ഭാര്യനെ ഗൾഫ് കൊണ്ടുപോകുമെന്ന ഈ കെട്ടാൻ പറ്റാത്ത വിഷമത്തിൽ സൽസയെ ഗൾഫ് കൊണ്ടാണ്. ഇതെനിക്ക് കമഴ്ത്താനല്ല. എന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുമ്പോ നിങ്ങൾ ആ സൽസക്കുപ്പി നാശം പിടിച്ച സ്ഥലത്തെറിഞ്ഞ് പൊട്ടിക്കണം. ഈ സൽസമുക്കിന്റെ കടി അങ്ങനെയെങ്കിലും തീരട്ടെ. For more updates, like, comment, subscribe to our channel.